ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻവശത്ത് പുതുതായി നിർമ്മിച്ച കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ഓപ്പൺ സ്റ്റേജ് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12 ലക്ഷം രൂപ ചെലവിൽ ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ഓപ്പൺ സ്റ്റേജ് നിർമ്മിച്ചത്. വളരെ ചെറിയ ഒരു പഞ്ചായത്താണ് ന്യൂമാഹി. എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങളും സാങ്കേതിക മൂലമാനങ്ങളും വളരെയധികം ഉള്ളൊരു പഞ്ചായത്ത്. സിയാസത്തിന്റെ നിയമനങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പഞ്ചായത്ത്. ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ പലപ്പോഴും പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരു പഞ്ചായത്ത്. സിയാസത്തിന്റെ നിയമം ഭേദഗതി വന്നതോടുകൂടി ഏറെക്കുറെ കുറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. എന്നാൽ ഇത് പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടു എന്നൊരു അഭിപ്രായമില്ല. ഈ പരിമിതിക്കുള്ളിലും നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പഞ്ചായത്താണ് വികസനത്തിൽ DPP മോഡൽ ഉണ്ട്. കോടിയേരി ബാലകൃഷ്ണന്റെ സഹധർമ്മിണി വിനോദിനി ബാലകൃഷ്ണൻ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12 ലക്ഷം രൂപ ചിലവിൽ ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ഓപ്പൺ സ്റ്റേജ് നിർമ്മിച്ചത്. സാംസ്കാരിക പരിപാടികൾക്ക് ഉൾപ്പെടെ ഉപയോഗപ്പെടുത്താൻ ഭാവിയിൽ ന്യൂമാഹിയുടെ സാംസ്കാരിക കേന്ദ്രമായി മാറുന്ന നിലയിലാണ് ഓപ്പൺ സ്റ്റേജ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഗ്രാമപഞ്ചായത്ത് ഇഫ്താർ വിരുന്ന് ഒരുക്കി. ചടങ്ങിൽ ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അർജുൻ പവിത്രൻ അധ്യക്ഷത വഹിച്ചു. ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MK സേതു, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം E വിജയൻ മാസ്റ്റർ, ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ TH അസ്ലാം, PP ഹസീന, ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി TS പ്രണവ്, ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് മുൻ സെക്രട്ടറി KL ലസിത, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ K ജയപ്രകാശൻ, KC ബുദ്ധദാസ്, PC റിസാൽ, VK അനീഷ് ബാബു, സഫ്വാൻ അബ്ദുൽ കരീം നൂറാനി എന്നിവർ സംസാരിച്ചു.